Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്, അവൻ അത് വളരെ തന്ത്രപൂർവ്വം ചെയ്തു. ഇതെങ്ങനെ പറയും? തന്ത്രപൂർവ്വം എന്ന് പറയുന്നത് ടാക്ട്ഫുള്ളി എന്നാണ്. സോ ഹി ഡിഡ് ഇറ്റ് വെരി ടാക്ട്ഫുള്ളി എന്ന് പറഞ്ഞാൽ അവനത് വളരെ തന്ത്രപൂർവ്വം ചെയ്തു എന്നാണ്. ഹി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവനത് ചെയ്തു എന്നാണ്. വെരി ടാക്ട്ഫുള്ളി എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപൂർവമായി. സോ ഹി ഡിഡ് ഇറ്റ് വെരി ടാക്ട്ഫുള്ളി. ഇനി നിനക്കെന്നെ വിശ്വസിക്കാം. അതെങ്ങനെ പറയും? യു ക്യാൻ ട്രസ്റ്റ് മീ എന്ന് പറയാം. യു ക്യാൻ ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. പക്ഷേ ഇത് തന്നെ നമുക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തും പറയാം. യു ക്യാൻ കൗണ്ട് ഓൺ മീ. കൗണ്ട് ഓൺ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാം എന്നാണ്. സോ യു ക്യാൻ കൗണ്ട് ഓൺ മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നാണ് മീനിങ്. പിന്നെ അടുത്തത്, ഞാനത് വിശ്വസിക്കുന്നില്ല, അത് വെറും കേട്ട് കേൾവിയാണ് എന്ന് പറയണം. കേട്ട് കേൾവി എന്ന് പറയുന്നത് ഹിയർ സേ എന്നാണ്. സോ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. സോ അത് വെറും കേട്ട് കേൾവിയാണ് എന്നെങ്ങനെ പറയും? ഇറ്റ്സ് ജസ്റ്റ് ഹിയർ സേ. ഇറ്റ്സ് ജസ്റ്റ് ഹിയർ സേ. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഹിയർ സേ എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല, അത് വെറും കേട്ട് കേൾവിയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവനെ ആരുടെ കൂടെയാണ് അയച്ചത് എന്ന് ചോദിക്കണം. ആരുടെ കൂടെ എന്ന് ചോദിക്കാൻ ഹും എന്ന് ചോദിക്കാം. സോ ഹും വാസ് ഹി സെൻഡ് വിത്ത് എന്ന് ചോദിച്ചാൽ അവനെ ആരുടെ കൂടെയാണ് അയച്ചത് എന്നുള്ള അർത്ഥമാണ്. ഹും വാസ് ഹി സെൻഡ് വിത്ത്. സെൻഡ് എന്ന് പറഞ്ഞാൽ അയക്കുക എന്നുള്ള അർത്ഥമാണ്. സെൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് SENT, സെൻഡ്. സോ ഹും വാസ് ഹി സെൻഡ് വിത്ത് എന്ന് ചോദിച്ചാൽ അവനെ ആരുടെ കൂടെയാണ് അയച്ചത് എന്നാണ് മീനിങ്. ഇനി ഞാൻ പണത്തിന് വളരെ അത്യാവശ്യത്തിലാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം ഇൻ എ ഡയർ നീഡ് ഓഫ് മണി. ഐ ആം ഇൻ എ ഡയർ നീഡ് ഓഫ് മണി. ഡയർ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യം, അർജന്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഐ എം ഇൻ എ ഡയർ നീഡ് ഓഫ് മണി. നീഡ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണത്തിന് ആവശ്യം എന്നുള്ള അർത്ഥമാണ്. സോ ഐ എം ഇൻ എ ഡയർ നീഡ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഞാൻ പണത്തിന് വളരെ അത്യാവശ്യത്തിലാണ് എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മൾ കുട്ടികൾ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണാതെ പഠിക്കുക എന്ന് പറയത്തില്ലേ, അതിന് പറയുന്നത് മഗപ്പ് എന്നാണ്. കാണാതെ പഠിക്കരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് മഗപ്പ്. ഡോണ്ട് മഗപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാതെ പഠിക്കരുത് എന്നുള്ള അർത്ഥമാണ്. ഇനി എനിക്കും കൂടി ഒരെണ്ണം കൊണ്ടുപോവാ എന്ന് പറയണം. അതെങ്ങനെ പറയും? ബ്രിങ് വൺ ഫോർ മീ ടു. ബ്രിങ് വൺ ഫോർ മീ ടു. മീ ടു എന്ന് പറഞ്ഞാൽ എനിക്കും കൂടി എന്നുള്ള അർത്ഥമാണ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. സോ ബ്രിങ് വൺ ഫോർ മീ ടു എന്ന് പറഞ്ഞാൽ എനിക്കും കൂടി ഒരെണ്ണം കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. ബ്രിങ് വൺ ഫോർ മീ ടു. ഇനി അടുത്തത്, അവന്റെ കോണ്ടാക്ട് നമ്പർ എങ്ങനെ ലഭിക്കും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ക്യാൻ ഐ ഗെറ്റ് ഹിസ് കോണ്ടാക്ട് നമ്പർ. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഹിസ് കോണ്ടാക്ട് നമ്പർ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അവന്റെ കോണ്ടാക്ട് നമ്പർ ലഭിക്കാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. ഇനി ഇത് വെറുതെ സിമ്പിളായിട്ട് ഹൗ ടു ഗെറ്റ് ഹിസ് കോണ്ടാക്ട് നമ്പർ എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അവൻ്റെ കോണ്ടാക്ട് നമ്പർ ലഭിക്കാം എന്നുള്ള അർത്ഥമാണ്. ഹൗ ടു ഗെറ്റ് ഹിസ് കോണ്ടാക്ട് നമ്പർ. ഇനി എനിക്ക് എൻ്റെതായ വഴികളുണ്ട് എന്ന് പറയാം. അതെങ്ങനെ പറയും? ഐ ഹാവ് മൈ ഓൺ വേസ്. മൈ ഓൺ വേസ് എന്ന് പറഞ്ഞാൽ എൻ്റെതായ വഴികൾ എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഹാവ് മൈ ഓൺ വേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ വഴികളുണ്ട് എന്നാണ് മീനിങ്. പിന്നെ ഞാൻ എൻ്റെ വാക്ക് പാലിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പാലിക്കാറുണ്ട്. അതെങ്ങനെ പറയും? വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് കീപ് മൈ വേർഡ്സ് എന്നാണ്. സോ ഐ കീപ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്ക് പാലിക്കാറുണ്ട് എന്നാണ് അർത്ഥം. ഐ കീപ് മൈ വേർഡ്സ്. പിന്നെ ഞാൻ നിന്റെ കടയുടെ അതുവഴി കടന്നുപോയി എന്ന് പറയണം. കടന്നു പോവുക എന്ന് പറയുന്നത് പാസ് ബൈ എന്നാണ്. സോ ഐ പാസ്ഡ് ബൈ യുവർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കടയുടെ അതുവഴി കടന്നുപോയി എന്നാണ് അർത്ഥം. ഐ പാസ്ഡ് ബൈ യുവർ ഷോപ്പ്. പിന്നെ നമുക്ക് പറയണം, എനിക്കത് 2 മണിയോടുകൂടി വേണം. അതെങ്ങനെ പറയും? 2 മണിയോടുകൂടി എന്ന് പറയുന്നത് ബൈ 2 o'clock എന്നാണ്. സോ ഐ വോണ്ട് ഇറ്റ് ബൈ 2 o'clock എന്ന് പറഞ്ഞാൽ എനിക്കത് 2 മണിയോടുകൂടി വേണം എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത്, നിനക്ക് ദയവായിട്ട് ശബ്ദം കുറച്ച് അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ വുഡ് യു പ്ലീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി എന്ന് ചോദിച്ചാൽ നിനക്ക് ദയവായിട്ട് പതുക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള അർത്ഥമാണ്. ഇനി നിനക്ക് ദയവായിട്ട് ഇച്ചിരി ഉറക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ വുഡ് യു പ്ലീസ് സ്പീക്ക് ലൗഡ്ലി. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ എന്നുള്ള അർത്ഥമാണ്. സോ നിനക്ക് ദയവായിട്ട് ഉച്ചത്തിൽ സംസാരിക്കാനാകുമോ എന്ന് ചോദിക്കാനാണ് വുഡ് യു പ്ലീസ് സ്പീക്ക് ലൗഡ്ലി. ഇനി അടുത്തത് നീ ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? Where did you pick it from? Where did you pick it from? Pick it എന്ന് പറഞ്ഞാൽ അത് എടുക്കുക എന്നുള്ള മീനിങ് ആണ്. സോ where did you pick it from എന്ന് ചോദിച്ചാൽ നീ അത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള അർത്ഥമാണ്. Where did you pick it from? ഇനി അടുത്തത് എന്തും സംഭവിക്കാമായിരുന്നു എന്ന് പറയണം. എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ പറയണം. അപ്പം അവിടെ കുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സംഭവിക്കുക എന്ന് പറയുന്നത് ഹാപ്പൻ എന്നാണ്. അതിൻ്റെ V3 ഫോം ഹാപ്പൻഡ് ആണ്. സോ എനിത്തിങ് കുഡ് ഹാവ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാമായിരുന്നു എന്നാണ് അർത്ഥം. എനിത്തിങ് കുഡ് ഹാവ് ഹാപ്പൻഡ്. ഇനി അടുത്തത് എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ നീഡ് ദിസ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ്. സോ ഐ നീഡ് ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ആവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇനി എനിക്കിത് വളരെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഐ ബാഡ്ലി നീഡ് ദിസ് എന്ന് പറയാം. ഐ ബാഡ്ലി നീഡ് ദിസ്. ഐ ബാഡ്ലി നീഡ് ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് വളരെ ആവശ്യമാണ് എന്നുള്ള മീനിങ് ആണ്. ഐ ബാഡ്ലി നീഡ് ദിസ്. ഇനി അടുത്തത് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വാസ് എറൗണ്ട്. ഐ വാസ് എറൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ വാസ് എറൗണ്ട്. ഇനി എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അതെങ്ങനെ പറയും? ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥമാണ്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. പിന്നെ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? അതെങ്ങനെ പറയും? വൈ ആർ യു മം. മം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ വൈ ആർ യു മം എന്ന് പറഞ്ഞാൽ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. വൈ ആർ യു മം. ഇനി ഒരു വാക്ക് പോലും മിണ്ടരുത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡോണ്ട് അട്ടർ എ വേർഡ്. ഡോണ്ട് അട്ടർ എ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും മിണ്ടരുത് എന്നുള്ള അർത്ഥമാണ്. അട്ടർ എന്ന് പറഞ്ഞാൽ മിണ്ടുക എന്നുള്ള അർത്ഥമാണ്. സോ ഡോണ്ട് അട്ടർ എ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും മിണ്ടരുത് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അവനോട് കലഹിക്കരുത് എന്ന് പറയണം. നമ്മൾ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ വഴക്ക് പിടിക്കുക അല്ലെങ്കിൽ കലഹിക്കുക എന്നൊക്കെ പറയാൻ മെസ് വിത്ത് സമ്മൺ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. സോ ഡോണ്ട് മെസ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ അവനോട് കലഹിക്കരുത് എന്നുള്ള അർത്ഥമാണ്. ഡോണ്ട് മെസ് വിത്ത് ഹിം. ഇനി അവൻ പെട്ടെന്ന് വരും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഹി വിൽ കം സൂൺ. ഹി വിൽ കം സൂൺ. കം സൂൺ എന്ന് പറഞ്ഞാൽ വേഗം വരിക എന്നുള്ള അർത്ഥമാണ്. സോ ഹി വിൽ കം സൂൺ എന്ന് പറഞ്ഞാൽ അവൻ വേഗം വരും എന്നാണ് മീനിങ്. ഇനി ഞാൻ അവനെ പുറത്ത് കൊണ്ടുപോകാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ ടേക്ക് ഹിം ഔട്ട്. ടേക്ക് ഹിം ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ വിൽ ടേക്ക് ഹിം ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പുറത്ത് കൊണ്ടുപോകാം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ടേക്ക് ഹിം ഔട്ട്. ഇനി ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. വെരി സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം എന്നുള്ള അർത്ഥമാണ്. ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് എന്ന് പറയാനാണ് ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ ഒത്തിരി വൈകിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ അധികം വൈകിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് വി ഡു സംതിങ് റോങ്. ഡിഡ് വി ഡു സംതിങ് റോങ്. സംതിങ് റോങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് എന്നുള്ള അർത്ഥമാണ്. സോ ഡിഡ് വി ഡു സംതിങ് റോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ള അർത്ഥമാണ്. ഡിഡ് വി ഡു സംതിങ് റോങ്. ഇനി അടുത്തത് അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അതെങ്ങനെ പറയും? ദേ നീഡ് അവർ ഹെൽപ്പ്. ദേ നീഡ് അവർ ഹെൽപ്പ്.
അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായം എന്നാണ്. സോ ദേ നീഡ് അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. ഇനി നീ ഇതുവരെ ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കും. അതെങ്ങനെ ചോദിക്കും? Aren't you done yet? Aren't you done yet? Done എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർന്നു എന്നുള്ള അർത്ഥമാണ്. സോ ആർ യു ഡൺ എന്ന് ചോദിച്ചാൽ നീ അത് ചെയ്ത് തീർന്നോ എന്നാണ് മീനിങ്. ഇനി നീ അത് ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കാൻ aren't you done yet? ഇനി ദയവായിട്ട് അവനോട് അത് പറയരുത്. അതെങ്ങനെ പറയും? പ്ലീസ് ഡോണ്ട് ടെൽ ഹിം ദാറ്റ്. പ്ലീസ് ഡോണ്ട് ടെൽ ഹിം ദാറ്റ്. ടെൽ ഹിം ദാറ്റ് എന്ന് പറഞ്ഞാൽ അവനോടത് പറയുക എന്നാണ്. സോ പ്ലീസ് ഡോണ്ട് ടെൽ ഹിം ദാറ്റ് എന്ന് പറഞ്ഞാൽ അവനോടത് പറയരുത് എന്നാണ് മീനിങ്. പ്ലീസ് ഡോണ്ട് ടെൽ ഹിം ദാറ്റ്. ഇനി എനിക്കിവിടെ നിൽക്കാനേ കഴിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ കാൺട്ട് സ്റ്റേ ഹിയർ എനി ലോങ്ങർ. ഐ കാൺട്ട് സ്റ്റേ ഹിയർ എനി ലോങ്ങർ. എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും എന്നുള്ള അർത്ഥമാണ്. സോ ഐ കാൺട്ട് സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ്. ഐ കാൺട്ട് സ്റ്റേ ഹിയർ എനി ലോങ്ങർ. ഇനി അടുത്തത്, എനിക്കിത് കൃത്യസമയത്ത് ചെയ്ത് തീർക്കാൻ കഴിയുകയില്ല. അതെങ്ങനെ പറയും? ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എന്നാണ്. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയുകയില്ല അല്ലെങ്കിൽ സാധിക്കുകയില്ല എന്നുള്ള അർത്ഥമാണ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ ചെയ്ത് തീർക്കുക. സോ എനിക്കിത് കൃത്യസമയത്ത് ചെയ്ത് തീർക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാനാണ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. ഇനി ഇത് ഒരുപാട് ചെറുതാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ്സ് വേ ടു സ്മോൾ. ഇറ്റ്സ് വേ ടു സ്മോൾ എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ചെറുതാണ് എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് വേ ടു സ്മോൾ. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? What are we going to do now? What are we going to do now? Do now എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സോ എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാനാണ് what are we going to do now? ഇനി അടുത്തത്, എനിക്ക് കുറച്ചും കൂടി ഒരു നല്ല ഐഡിയ ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? I have a better idea. Better എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഹാവ് എ ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു നല്ല ആശയമുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് എ ബെറ്റർ ഐഡിയ. ഇനി അടുത്തത്, പെട്ടെന്ന് തന്നെ ഇത് നിർത്തുക എന്ന് പറയണം. അതെങ്ങനെ പറയും? സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. സോ സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നിർത്തുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി. ഇനി അടുത്തത്, നീ ആ സിനിമ കണ്ടിട്ടില്ല അല്ലേ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ ആ സിനിമ കണ്ടിട്ടില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? യു ഹാവൻറ്റ് സീൻ ദാറ്റ് ഫിലിം. സോ യു ഹാവൻറ്റ് സീൻ ദാറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ നീ ആ സിനിമ കണ്ടിട്ടില്ല എന്നാണ്. ഇനി അല്ലേ എന്ന് ചോദിക്കണമെങ്കിലോ അവിടെ ഹാവ് യു എന്നാണ് ചോദിക്കേണ്ടത്. സോ ഹാവൻറ്റ് വരുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് പോസിറ്റീവായിട്ടുള്ള ടാഗ് വേണം യൂസ് ചെയ്യാൻ. സോ യു ഹാവൻറ്റ് സീൻ ദാറ്റ് ഫിലിം. ഹാവ് യു എന്ന് ചോദിച്ചാൽ നീ ആ സിനിമ കണ്ടിട്ടില്ല അല്ലേ എന്നാണ് മീനിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.